Hello everyone, welcome back to Jaffers English. 100 phrases for reading newspapers എന്ന് പറയുന്ന ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷിൽ പത്രങ്ങൾ വായിക്കാൻ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട, അത് പത്രങ്ങളും പുസ്തകങ്ങളും വായിക്കുമ്പോൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില ഫ്രേസസ് ഉണ്ട്. ഈ ഫ്രേസസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വായിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ കേവലം സാധാരണ വാക്കുകൾക്കപ്പുറത്തേക്കുള്ള കുറേ ഫ്രേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഫ്രേസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസാണ്. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, പത്രങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ സാധാരണ കാണാറുള്ളതാണ് പൈലപ്പ്. പൈലപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് ഇങ്ങനെ കൂട്ടിയിടുക, എന്തെങ്കിലും ഇങ്ങനെ കൂട്ടിയിടുന്നതിന് നമ്മൾ പൈലപ്പ് എന്ന് പറയും അല്ലേ. പക്ഷേ ഇവിടെ ആ പൈലപ്പ് എന്നുള്ളത് പൈൽ ഹൈഫൺ അപ്പ് അല്ലെങ്കിൽ പൈലപ്പ് ഒരുമിച്ചാണ് എഴുതുന്നതെങ്കിൽ, ഒറ്റ വാക്കായിട്ട് എഴുതുകയാണെങ്കിൽ, അതല്ലെങ്കിൽ പൈൽ ഹൈഫൺ അപ്പ് എന്ന് എഴുതുകയാണെങ്കിൽ അതിന് മറ്റൊരർത്ഥമാണുള്ളത്. അതെന്താണ് എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കിയാൽ സ്റ്റുഡൻറ്റ് ഫ്രം കേരള കിൽഡ് ഇൻ പൈലപ്പ് ഇൻ പഞ്ചാബ് പഗ്വാര. പഞ്ചാബിലെ പഗ്വാരയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി മരിച്ചു. എങ്ങനെയാണ് മരിച്ചത്? ഇൻ പൈലപ്പ്, ഒരു പൈലപ്പിലാണ് മരിച്ചത്. അപ്പോൾ പൈലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വെരി സിമ്പിളാണ്, ആക്സിഡൻറ്റ് എന്നാണ് അർത്ഥം. എങ്ങനെയുള്ള ആക്സിഡൻറ്റ്? കുറേ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന ആക്സിഡൻറ്റ്. ഓക്കെ, രണ്ടോ അതിൽ കൂടുതൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടത്തെയാണ് നമ്മൾ പൈലപ്പ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പൈലപ്പ് എന്ന് പറയുന്ന വേർഡ് ശരിക്കും ചില പത്രങ്ങൾ പൈൽ അപ്പെന്ന് എഴുതുന്ന കാണാറുണ്ട്. അവരുദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്, ആക്സിഡൻ്റ് എന്ന അർത്ഥത്തിൽ തന്നെയാണ്, മീൻസ് വാഹനങ്ങളുടെ കൂട്ടിയിടി എന്ന അർത്ഥത്തിൽ തന്നെയാണ്. എങ്കിലും ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്. ഇങ്ങനെ എഴുതുമ്പോൾ കൂട്ടുക, കുന്നുകൂടുക എന്ന അർത്ഥത്തിലാണ് പൈലപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഓക്സ്ഫോർഡ് പറയുന്നത് ഇങ്ങനെയാണ് പൈലപ്പ് എന്ന് എഴുതേണ്ടത്. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഹൈഫൺ ഇട്ടും പൈലപ്പ് എഴുതാം, നമ്മളിപ്പോൾ ഈ ന്യൂസ് പേപ്പറിൽ കണ്ടതുപോലെ. അപ്പോൾ പൈലപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പ്രകാരം എ റോഡ് ആക്സിഡൻറ്റ് ഇൻവോൾവിങ് സെവറൽ വെഹിക്കിൾസ് ക്രാഷിംഗ് ഇൻ ടു വൺ അനദർ. കുറേ വാഹനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിടിക്കുന്ന അപകടത്തെയാണ് എന്ത് പറയുന്നത്, പൈലപ്പ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. 3 people died in a multiple pileup in freezing fog. അതായത് ഫോഗ് ഫ്രീസായിട്ട് കട്ട പിടിച്ചിട്ട് പല വാഹനങ്ങളും പലയിടങ്ങളിലായിട്ട് മൾട്ടിപ്പിൾ പൈലപ്പ് നടന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമല്ല വാഹനാപകടം നടന്നത്, പലയിടങ്ങളിൽ വാഹനാപകടം നടന്ന് 3 people died. എന്താണ്? 3 ആളുകൾ മരിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൈലപ്പ് എന്താണെന്ന് മനസ്സിലായല്ലോ. പൈലപ്പ് എന്ന് പറയുന്ന വാക്കിന് കുറച്ചുകൂടെ അടുത്തറിയാം. പൈലപ്പ് ഓർ പൈൽ അപ്പ് മീൻസ് വാഹനങ്ങളുടെ കൂട്ടിയിടി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ്സ് എ ഫ്രേസ്. നോക്കിയേ, 6-year-old ഗേൾ ഡൈസ്. 6 വയസ്സുള്ള പെൺകുട്ടി മരിച്ചു. സെവറൽ അതർ പീപ്പിൾ ഇഞ്ചേർഡ്. ധാരാളം മറ്റാളുകൾക്ക് പരിക്കേറ്റു. ആഫ്റ്റർ കാർ പൈലപ്പ് ഇൻ ലവാ ക്യൂ. ഇത് ഈ കാനഡയിലുള്ള ഒരു സിറ്റിയാണ് ഈ ലവാൽ എന്ന് പറയുന്നത്. ഈ ക്യൂബിക് എന്ന് പറയുന്ന ഒരു പ്രവിശ്യത അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രൊവിൻസാണ്. ഓക്കെ, ക്യൂബിക് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസാണ്. അതിന് ഷോർട്ടാക്കിയിട്ട് ക്യൂബിക്കിനെ എഴുതുന്നതാണ് ക്യൂ എന്നുള്ളത്. അപ്പോൾ ലവാൽ, ക്യൂബിക് എന്ന് പറയുന്ന പ്രൊവിൻസിലെ ലവാൽ സിറ്റിയിൽ നടന്നിട്ടുള്ള ആക്സിഡൻറ്റിൽ, കാർ ആക്സിഡൻറ്റിൽ 6 വയസ്സുള്ള പെൺകുട്ടി മരിക്കുകയും മറ്റ് പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, 4 ചാർജ് ടു ഡെത്ത്. ചാർജ് ടു ഡെത്ത് എന്ന് പറഞ്ഞാൽ തീ കത്തി പൊള്ളി മരിക്കുന്നതിനെയാണ് ചാർജ് ടു ഡെത്ത് എന്ന് പറയുന്നത്. ഓക്കെ, വെന്ത് മരിക്കുക, പൊള്ളലേറ്റ് മരിക്കുക എന്നർത്ഥം ഉള്ള വേർഡാണ്, ഫ്രേസാണ് അത്. ഓക്കെ, അപ്പോൾ ഇൻ പൈലപ്പ് ഓൺ ബംഗളൂരു NH നിയർ സേലത്തിനടുത്തുള്ള NH നാഷണൽ ഹൈവേയിൽ ബംഗളൂരുവിൽ നടന്നിട്ടുള്ള ഒരു വാഹനങ്ങളുടെ കൂട്ടിയിടിയിൽ ആണ് 4 പേര് വെന്ത് മരിച്ചത്. ഗോട്ട് ഇറ്റ്? അപ്പോൾ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രേസാണ് പൈലപ്പ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഫ്രേസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഈ പുസ്തകം ഇനിയും വാങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോഴും ഇത് ലഭ്യമാണ്. വേർഡ് മാസ്റ്ററി ഇൻ 30 weeks. 30 ആഴ്ച കൊണ്ട് നിങ്ങളുടെ ഭാഷ ഉന്നത നിലവാരത്തിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു സെൽഫ് ഹെൽപ്പ് ഗൈഡാണ് ഇത്. ഒരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പുസ്തകമാണ്, കുറച്ച് വില കൂടുതലുള്ള പുസ്തകമാണ്, കുറേ കാലത്ത് റിസർച്ചിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതായത് കേവലം ഇംഗ്ലീഷ് സംഭാഷണത്തിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ ഭാഷ
ഒരു വേദിയിൽ കയറി ഒരു സ്പീച്ച് നടത്തണം, അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് നടത്തണം, ആ ലെവലിലേക്കൊക്കെ നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എസ്സേ എഴുതണം, അതല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ വരുന്ന ന്യൂസ് പേപ്പർ വായിച്ചാൽ മനസ്സിലാവണം, നിങ്ങൾ പൈസ കൊടുത്ത് വായിച്ച് വെക്കുന്ന പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു ആ ലെവലിലേക്കുള്ളൊരു ലാംഗ്വേജ് ഇംഗ്ലീഷ് വേണമെങ്കിൽ ഈ പുസ്തകം ഉപയോഗിച്ചാൽ മതി. ഒരാൾ നിത്യമായിട്ടുള്ള വായനയിലൂടെ, അധ്വാനത്തിലൂടെ 10-20 വർഷം കൊണ്ട് ആർജിക്കുന്ന ഒരു സ്കില്ലിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സീക്രട്ടായിട്ടുള്ളൊരു ബുക്കാണ് വേർഡ് മാസ്റ്ററി ഇൻ 30 വീക്സ്. അതായത് 1.25 ലക്ഷം വാക്കുകളൊന്നും പഠിക്കേണ്ട, ഇംഗ്ലീഷ് ഏറ്റവും അഡ്വാൻസ് ആയിട്ട് ഉപയോഗിക്കാൻ കേവലം 2000 to 3000 വേർഡ്സ് മീൻസ് ഫ്രേസസ്, വേർഡ്സുകളും പഠിച്ചാൽ മതി. അത് മീൻസ് ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്റററി വൊക്കാബുലറി നമ്മൾ ആർജിച്ചാൽ മതി. അത് മാത്രം പഠിച്ചാൽ നമുക്ക് ഈ പറയുന്ന അഡ്വാൻസ് സ്കിൽ ഉണ്ടാവും. അതെന്താണ് എന്ന് മനസ്സിലാക്കി തരുന്നൊരു പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ളവർ 9037990442 എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാം. മുഴുവൻ ഡീറ്റെയിൽസും ഈ നമ്പറിൽ വേർഡ് മാസ്റ്ററി എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരും. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വില കൂടുതലാണ്. വില അറിയാൻ, മറ്റു കാര്യങ്ങൾ അറിയാൻ ഇപ്പോൾ തന്നെ വേർഡ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു മെസ്സേജ് വാട്സപ്പിലേക്ക് അയയ്ക്കുക. ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തപാൽ വഴി വീട്ടിൽ എത്തുന്നതാണ്. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ വരും ജനറേഷൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ കാര്യമായിരിക്കും. ഭാവിയിൽ വലിയ കോമ്പറ്റീവ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വലിയ ലക്ഷ്യങ്ങളുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പുസ്തകം വാങ്ങിച്ച് കൊടുക്കുക, അതവർ ഉപയോഗിക്കട്ടെ. ഓക്കെ, എനിവേ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുള്ളതും. നമ്മുടെ നെക്സ്റ്റ് ഫ്രേസ് 67 എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പുള്ള ഫ്രേസസ് അല്ല, ഇതിന് മുമ്പുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാർ കാണാം. ഞാനവിടെ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ പ്ലേലിസ്റ്റ് ആർക്കും കിട്ടാത്തതുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാനതിൽ ലിങ്ക് ഇട്ടുതരാം. എനിവേ, സാൽമൺ പ്രൈസസ് ലെഫ്റ്റ് ലാസ്റ്റ് വീക്ക്. അപ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലെഫ്റ്റ്? പ്രൈസസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഒരു ഫ്രേസ് എന്ന് പറയുന്നത് പ്രൈസസ് ലീപ്പ് എന്നാണ്. ഇതിൻ്റെ പ്രസൻറ്റ് പ്രൈസസ് ലീപ്പ്, വില പെട്ടെന്ന് വർദ്ധിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ലീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്നുള്ള ചാട്ടം, കുതിപ്പ് എന്നൊക്കെയാണ്. അപ്പോൾ വില പെട്ടെന്ന് കുതിക്കുന്നതിനെയാണ് പ്രൈസസ് ലീപ്പ് എന്ന് പറയുന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലീപ്പിൻ്റെ പാസ്റ്റാണ് ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ സാൽമൺ എന്ന് പറയുന്ന മത്സ്യം, അതിൻ്റെ വില ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തു? വർദ്ധിച്ചു എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വില പെട്ടെന്ന് ഉയരുക, കുതിച്ചുയരുക, ആകസ്മികമായി വില കൂടുക എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ശൈലിയാണ് പ്രൈസ് ലീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ലീപ്സ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രൈസസ് ലീപ്പ് എന്ന് പറയും. ഓക്കെ, എനിവേ പ്രൈസ് ലീപ്പ്. അപ്പോൾ നോക്കിയേ, ഗോൾഡ് പ്രൈസസ് ലെഫ്റ്റ് ആഫ്റ്റർ ഗ്ലോബൽ മാർക്കറ്റ് അൺസർട്ടനിറ്റി. അതായത് ആഗോള മാർക്കറ്റിലെ വിപണിയിൽ ഉള്ള അനിശ്ചിതത്വം കാരണം, അൺസർട്ടനിറ്റി കാരണം ഗോൾഡിൻ്റെ വില കുതിച്ചു. ഓക്കെ, കുതിച്ചുയർന്നു. വിത്ത് റൈസിങ് ഫ്യൂവൽ കോസ്റ്റസ്, വില വർദ്ധിക്കുന്നത്, അതായത് ഇന്ധന വില വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രൈസസ് കുഡ് ലീപ് സൂൺ. ഇന്ധന വില ഉയർന്നതോടെ ഗതാഗത ചെലവ് ഉടൻ കുതിക്കും. ഓക്കെ, ഇന്ധനവില ഉയർന്നതോടെ ഗതാഗത ചെലവ് ഉടൻ കുതിച്ചേക്കാം. അപ്പോൾ വിത്ത് റൈസിങ് ഫ്യൂവൽ കോസ്റ്റേഴ്സ് ട്രാൻസ്പോർട്ടേഷൻ പ്രൈസസ് കുഡ് ലീപ്പ് സൂൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൈസ് ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വില പെട്ടെന്ന് ഉയരുക എന്നാണ്. അടുത്ത ഫ്രേസിലേക്ക് വരാം. മിനിമം ടെമ്പറേച്ചർ ടു ക്ലൈംബ് അപ്പ് ഇൻ ജാനുവരി ഇൻ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ ക്ലൈംബ് അപ്പ് എന്ന് പറയുന്ന ഒരു ശൈലിയാണ് നമ്മൾ പഠിക്കുന്നത്. മിനിമം ടെമ്പറേച്ചർ, അതായത് ശരാശരി ടെമ്പറേച്ചർ, ശരാശരി താപനില. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. 2 എന്തുകൊണ്ടാണ് വില്ലാവുന്നത് എന്നുള്ളത്. ഓക്കെ, അത് ന്യൂസ് പേപ്പറിൻ്റെ ഒരു ലാംഗ്വേജാണ്. 2 വിൽ. അപ്പോൾ മിനിമം ടെമ്പറേച്ചർ വിൽ ക്ലൈംബ് അപ്പ്, ഉയരും. ഇൻ ജനുവരിയിൽ ഇൻ സ്റ്റേറ്റിൽ. അതായത് ക്ലൈംബ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉയരുക, പടർന്നു കയറുക എന്നൊക്കെയാണ് അർത്ഥം. ക്ലൈംബ് എന്ന് മാത്രം ക്ലൈംബ് എന്ന് മാത്രം ഉപയോഗിക്കാം, ക്ലൈംബ് അപ്പ് എന്നും ഉപയോഗിക്കാം. ഡെത്ത് ടോൾ ക്ലൈംബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണനിരക്ക് ഉയരുന്നു. കോക്കനട്ട് ഓയിൽ പ്രൈസസ് ക്ലൈംബ് എഗെയിൻ ഇൻ കേരള. കോക്കനട്ട് ഓയിൽ പ്രൈസ്, അതായത് വെളിച്ചെണ്ണ വില കേരളത്തിൽ വീണ്ടും ഉയരുന്നു. ടോപ്പ് ബ്രാൻഡ്സിന് ഓവർ ₹500. പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ വില 500 രൂപയായിട്ടുണ്ട്. ഓക്കെ, വലിയ കമ്പനികളുടെയൊക്കെ, വലിയ ബ്രാൻഡുകളുടെയൊക്കെ വില ഇപ്പോൾ 500 രൂപയായി. അപ്പോൾ കോക്കനട്ട് പ്രൈസസ് ക്ലൈംബ് എഗെയിൻ ഇൻ കേരള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലൈംബ് മീൻസ് ഉയരുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത ഫ്രേസാണ്
ബീയിങ് എ സ്റ്റാർ സൺ ഇസ് എ ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് സെയ്സ് കുനാൽ ഗോസ്വാമി. ഈ കുനാൽ ഗോസ്വാമി പറയാണ്, ഒരു സ്റ്റാറിൻ്റെ മകനായിരിക്കുക, ബീയിങ് എ സ്റ്റാർ സൺ, ഒരു താരത്തിൻ്റെ മകനായിരിക്കുക എന്ന് പറയുന്നത് ഒരു ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് പോലെയാണ്. ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് എന്ന് പറഞ്ഞാൽ ഗുണവും ദോഷവും ഉള്ളത്, ഒരേ സമയം ഗുണവും ദോഷമുള്ളത്, കൂടാതെ ഇരുതല മൂർച്ചയുള്ള എന്ന ഒരു മലയാളം പ്രയോഗമുണ്ടല്ലോ, അതിനുകൂടി തുല്യമായിട്ടുള്ള പ്രയോഗമാണ്. നോക്കിയേ, ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ് എന്ന് പറഞ്ഞാൽ ഇരുതല മൂർച്ചയുള്ള വാൾ, ഗുണവും ദോഷവും ഒരുപോലെയുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. സോഷ്യൽ മീഡിയ ഈസ് എ ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ്. സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഇറ്റ് കണക്ട്സ് പീപ്പിൾ, ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ സ്പ്രെഡ് മിസ്ഇൻഫോർമേഷൻ, അതായത് തെറ്റായിട്ടുള്ള വാർത്തകൾ അത് പരത്തുകയും ചെയ്യും. അതുകൊണ്ട് അതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ് സോഷ്യൽ മീഡിയ. ഇറ്റ് ഈസ് എ ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ്. നെക്സ്റ്റ്, ദ ഫ്യൂച്ചർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ AI-ൻ്റെ ഭാവി എന്ന് പറയുന്നത് എ ഡബിൾ എഡ്ജ്ഡ് സ്വോർഡാണ്. അതിന് ഗുണവും ദോഷവും ഒരുപോലെയുണ്ട്. ഓക്കെ, സംഗതി മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സ്പ്രഷൻ ശൈലി എന്ന് പറയുന്നത് 70. വൈ ട്രംപ്സ് ലാവിഷ് സൗദി കോഡ്ഷിപ്പ് ലീവ്സ് ഇസ്രായേൽ ഓൺ ദ ബാക്ക് ഫുട്ട്. ഓൺ ബാക്ക് ഫുട്ട് എന്ന് പറയുന്നൊരു ശൈലി ഉണ്ട് കേട്ടോ. ഓൺ ബാക്ക് ഫുട്ട്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതേപോലെ ഇവിടെ കോഡ്ഷിപ്പ് എന്ന് പറയുന്നൊരു വേർഡ്. കോഡ്ഷിപ്പ് മീൻസ് പ്രണയബന്ധം. അപ്പോൾ എന്തുകൊണ്ടാണ് വൈ ട്രംപ്സ് ലാവിഷ് സൗദി കോഡ്ഷിപ്പ്? ഈ ട്രംപിൻ്റെ വലിയ രീതിയിലുള്ള സൗദിയുമായിട്ടുള്ള പ്രണയബന്ധം, സൗദിയുമായിട്ടുള്ള ഈ അടുപ്പം, അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഓൺ ദ ബാക്ക് ഫുട്ട് ആയിരുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ വിച്ച് ലീവ്സ് ഇസ്രായേൽ ഓൺ ദി ബാക്ക് ഫുട്ട്. ലീവ് ഓൺ ബാക്ക് ഫുട്ട് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയിലാക്കുക. ഓക്കെ, ഓൺ ഫുട്ട് അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുക. ഓൺ ദി ബാക്ക് ഫുട്ട്, ഇവിടെ ലീവ് നമ്മൾ വെർബാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ലീവ് ഓൺ ദി ബാക്ക് ഫുട്ട് എന്ന് പറഞ്ഞാൽ പ്രതിരോധത്തിലാക്കുക, പ്രതികൂല അവസ്ഥയിലാക്കുക. പോലീസ് ഓൺ ബാക്ക് ഫുട്ട് ഓവർ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ് ഇൻ താദിപത്രി എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് പ്രതിരോധത്തിലായി. പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ്, രാഷ്ട്രീയ വിവാദവുമായി ബന്ധപ്പെട്ട് പോലീസ് ഓൺ ദി ബാക്ക് ഫുട്ടിലാണ്, ബിക്കോസ് അവർ പ്രതിരോധത്തിലാണ്. ഹസ്രത്ബാദ് എ കോൺസ്പിറസി ടു പുട്ട് കശ്മീർ ഓൺ ബാക്ക് ഫുട്ട്. BJP MP കത്താന, ഈ BJPയുടെ MP ആയിട്ട് കത്താന പറയുകയാണ്, ഈ ഹസ്രത്ബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്തോ നമ്മുടെ ദേശീയ ചിഹ്നം എന്തോ അവഹേളിക്കുന്ന തരത്തിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. അപ്പോൾ ഹസ്രത്താബാദിൽ നടന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് ബേസ് ചെയ്തിട്ട് പറയുകയാണ് ഹസ്രത്താബാദ് എ കോൺസ്പിറസി ടു പുട്ട് കശ്മീർ ഓൺ ബാക്ക് ഫുട്ട്. കാശ്മീരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഗൂഢാലോചനയാണ് ഈ ഹസ്രത്താബാദ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഹസ്രത്ത് ബാൽ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ നമ്മൾ 70 ഫ്രേസുകൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞു പോയ ഫ്രേസുകൾ കാണണമെങ്കിൽ പഴയ റെക്കോർഡ് സെഷൻസ് കാണുക. അതുപോലെ വേർഡ് മാസ്റ്ററി എന്ന് പറയുന്ന ബുക്ക് ആവശ്യമുള്ള ആൾക്കാർ ഞാൻ നേരത്തെ കാണിച്ച നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമൻറ്റ് ബോക്സിൻ്റെ ഭാഗത്തും ഞാൻ ഈ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.